വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? അൽ-ബഖറ സൂറത്ത് വീട്ടിൽ പാരായണം ചെയ്യുകയാണ് വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ടത്. പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്നവനാവലാണ് ആയുസ്സിൽ ബറക്കത്തുണ്ടാവാനുള്ള രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ആയുസ്സിൽ ബറക്കത്തുണ്ട്, പൈസയിൽ ബറക്കത്തുണ്ട്. ബറക്കത്തില്ലാത്ത പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബറക്കത്തുള്ള പൈസ 1000 റുപ്യാണെങ്കിലും ചെലവ് കഴിച്ച് ബാക്കി ഉണ്ടാവും. ബറക്കത്തില്ലാത്ത പൈസ 1,00,000 റുപ്യാണെങ്കിലും ആശുപത്രി കൊടുത്തിട്ട് വീണ്ടും 5000 റുപ്യ കൊടുക്കാൻ കടയിക്കാരം അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് ബറക്കത്തിന് ദുആ ചെയ്യണം. ഇൽമിലെ ബറക്കത്താണ് നമ്മുടെ ചർച്ചാ വിഷയം. ബാക്കിയെല്ലാം ഇങ്ങനെ കച്ചവടത്തിലെ ബറക്കത്ത് പ്രധാനപ്പെട്ട തന്നെയാണ്. കച്ചവടത്തിലെ ബറക്കത്ത് എന്ന് പറയുന്നത് ചില പ്രധാനപ്പെട്ട ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കച്ചവടം എന്നത് വിൽക്കുന്നവനും വാങ്ങുന്നവനും ലാഭമാണെങ്കിൽ ബറക്കത്തുണ്ടാവും. ഏതെങ്കിലും ഒരാൾക്ക് ലാഭം ഉണ്ടായാൽ പോരാ, വാങ്ങുന്ന ആൾക്കും ലാഭം വേണം, വിൽക്കുന്ന ആൾക്കും ലാഭം വേണം. അപ്പോഴാണ് കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവുക. എങ്ങനെ 2 കോടി ലാഭം ഉണ്ടാവുക? അതുണ്ടാവും, 2 കോടി ലാഭം ഉണ്ടാവും. ഒരേ ഉദാഹരണം പറയാം. ഒരു സ്ഥലക്കച്ചവടമാണെന്ന് വിചാരിക്കുക. സ്ഥലക്കച്ചവടമാണ്. ഒരാളൊരു 10 സെന്റ് സ്ഥലം വാങ്ങി സെന്റിന് 1,00,000 റുപ്യ ആയിട്ട് 10,00,000 റുപ്യക്ക്. അങ്ങനെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെങ്കല്ല് കൊണ്ട് കെട്ടി വൃത്തിയാക്കി ഒരു നാടൻ കിണറൊക്കെ കുഴിച്ച് കുറച്ച് മുരിങ്ങാക്കാലും വാഴയൊക്കെ കുഴിച്ചിട്ട് നനച്ചു ഉഷാറാക്കി ഗൾഫിൽ നിന്ന് വന്ന ഒരാൾക്ക് അത് കിട്ടണമെന്നായി പെരേറ്റാൻ വേണ്ടിയിട്ട് എന്താ തരണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 10,00,000 റുപ്യക്ക് വാങ്ങിയതാണ്, നീതി ഞാൻ അടച്ചു, പട്ടയം വാങ്ങി, അതിര് കെട്ടി, കിണർ കുഴിച്ച് ഇങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, ഒരു 15,00,000 റുപ്യ തന്നാ തരാന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിച്ച ആള് 1-2 കച്ചവടക്കാരോട് ചോദിച്ചു, 15,00,000 റുപ്യക്ക് പള്ളിൻ്റെ അടുത്തൊരു 10 സെന്റ് കിട്ടാണ്ട് ആ വാഴയും കവുങ്ങൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്, ലാഭാണോ എന്ന് ചോദിച്ചു. അപ്പൊ കേട്ട കച്ചവടക്കാരൊക്കെ പറഞ്ഞു ലാഭാണ്, വാങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ 15 റുപ്യക്ക് വാങ്ങിയാല് വാങ്ങിയോന് ലാഭമാണ്. കാരണം ഓൻ ലാഭാന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലോ വാങ്ങിയത്. വിറ്റോൻ 5,00,000 റുപ്യ ലാഭമുണ്ട്. അപ്പൊ രണ്ടാൾക്കും ലാഭമാണ്. വിൽക്കുന്നവനും ലാഭം ഉണ്ടായിരിക്കണം, വാങ്ങുന്നവനും ലാഭം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുക. ഒരാൾക്ക് മാത്രം ലാഭം ഉണ്ടെങ്കിൽ ഹലാലൊക്കെ ആവും. വിൽക്കുന്ന ആൾക്ക് നല്ല ലാഭമുണ്ട്, ഹലാലാവും. അതേ സമയത്ത് ബറക്കത്തുണ്ടാവണമെങ്കിൽ രണ്ടാൾക്കും ലാഭം ഉണ്ടായിരിക്കണം. ബറക്കത്തുള്ള സംസാരമുണ്ട്, ബറക്കത്തുള്ള പ്രവർത്തനമുണ്ട്. പ്രവർത്തനങ്ങളിൽ ബറക്കത്തുണ്ടാവാൻ ബിസ്മി കൊണ്ട് തുടങ്ങുകയാണ് വേണ്ടത്. കുല്ലു അംരിൻ ദീ ബാലില്ലാ യുബ്ദഉ ബിസ്മില്ലാഹി വഹുവ അബ്തറു. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് കാര്യവും ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോകുന്നതാണെന്നാണ്. ബറക്കത്തില്ലാത്ത മക്കളെ കണ്ട നമ്മൾ ചോദിച്ചും ബിസ്മില്ലാ മറന്നാൻ തോന്നുന്നുണ്ടില്ലേ എന്ന് പറയും. ശരിയാണത്. ബിസ്മിന്നെയാണ് ബറക്കത്ത് പറഞ്ഞത്. പ്രവർത്തനങ്ങളിലെ ബറക്കത്ത് ബിസ്മിയുടെ ബറക്കത്താകുന്നു. ഭക്ഷണമുണ്ട്, ബറക്കത്തുള്ള ഭക്ഷണമുണ്ട്, ബറക്കത്തില്ലാത്ത ഭക്ഷണമുണ്ട്. ബിസ്മിയാണ് ഭക്ഷണത്തിലെ ബറക്കത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറഞ്ഞത്. വിഷയത്തിലേക്ക് മടങ്ങിയവരാണ് കുട്ടികളെ. ഇൽമിൽ ബറക്കത്ത് ഉണ്ടാവാൻ 5 കാര്യങ്ങൾ ചെയ്യണം. ഇൽമി നാഫിയാവാൻ 5 കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ പഠിക്കുന്ന ഇൽമ നമുക്ക് ഉപകാരമുള്ളതാവണമെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്യണം. അതിലൊന്നാമത്തേത് ഇൽമിന്റെ ശിആറുകളെ ബഹുമാനിക്കണമെന്നതാണ്. ഇൽമിന്റെ അടയാളങ്ങൾ. അതിൽ ഞാൻ ഒന്നാമത് പറഞ്ഞത് പേനയെ ബഹുമാനിക്കണം. ഇന്ന് കുട്ടികൾക്കിടയിൽ പേനക്കളി എന്നൊരു കളിയുണ്ട്. ഡെസ്കും അങ്ങനെ വെച്ചിട്ട് പേന മുടിച്ചടിക്കൽ ഒരിക്കലും ചെയ്യരുത്. ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. കാരണം ഇൽമിന്റെ ഒന്നാം മാർഗമായി ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പേനയെയാണ്. മഷി കഴിഞ്ഞ പേനയാണെങ്കിൽ പോലും നല്ല നിലയിൽ സംസ്കരിക്കണം എന്നാണ്. നാളെ ഞാൻ ME എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് പേന ബോക്സ് എന്നുള്ളൊരു വലിയ ഒരു കമ്പിൻ്റെ ഒരു കൂടാരുണ്ട്. മഷി കഴിഞ്ഞ പേന കയ്യിൽ മാത്രം ഇടുക, വേറെ എവിടെ ഇടാൻ പറ്റില്ല എന്നാണ്. സ്റ്റുഡൻസ് യൂണിയനൊക്കെ ആണെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മഷി കഴിഞ്ഞ പേന ഇടാനുള്ളൊരു കൂടുണ്ടാക്കുക. അത് ഒന്നിച്ച് പിന്നെ പ്ലാസ്റ്റിക് ആക്കി തൂക്കി കിട്ടിയാൽ മതി. അലക്ഷ്യമായി ഇടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത്. കാണുന്നിടത്തൊക്കെ പേന നിലത്ത് ചാടിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറഞ്ഞ്
വലതു കൈ കൊണ്ട് ഉടനെ എടുക്കണമെന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇൽമിന്റെ ഒന്നാമത്തെ മാർഗമാണ് പേന എന്ന് പറയുന്നത്. അപ്പൊ ഇൽമിന്റെ അസറുകൾ, ഇൽമിന്റെ ആസാറുകൾ, ഇൽമിന്റെ ഷിആറുകൾ അതിനെ ബഹുമാനിക്കണം. അതിൽപ്പെട്ടതാണ് ഡെസ്ക്, അതിൽപ്പെട്ടതാണ് ബെഞ്ച്, അതിൽപ്പെട്ടതാണ് പാഠപുസ്തകങ്ങൾ, ഡിക്ഷണറി, അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ബഹുമാനം ഉണ്ടായിരിക്കണം. ഡിക്ഷണറി ആണെങ്കിൽ പോലും തലക്ക് വെച്ചുറങ്ങാൻ പാടില്ല. കോളേജിനെ ബഹുമാനിക്കണം, പിന്നെ ക്ലാസ് റൂമിനെ ബഹുമാനിക്കണം, ബെഞ്ചിനെയും ഡെസ്കിനെയും ബഹുമാനിക്കണം. രണ്ടാമത്തെ കാര്യം, അപ്പൊ ബറക്കത്തുണ്ടാവാൻ ഒന്നാമത്തെ കാര്യം ഇൽമിന്റെ ഷിആർ ബഹുമാനിക്കണം എന്നതാണ്. പഴമക്കാരായ നമ്മളെ ആളുകള് കിതാബുകള്, നോട്ട് പുസ്തകങ്ങള് നെഞ്ചോട് ചേർത്ത് മാത്രമാണ് പിടിച്ചിരുന്നത്. ആരോ നമ്മളെ മനഃപൂർവ്വം പറ്റിച്ചതാണ് ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗ്. അതിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരോ ആസൂത്രണം ചെയ്തിട്ട് നമ്മളെ പറ്റിച്ച സാധനമാണ് ആ ബാഗ്. പഴയ ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, മുമ്പ് ഞാനൊക്കെ മദ്രസയിലൊക്കെ പോയി നിന്ന് മുസാഫിന്റെ ഒറ എന്ന് പറഞ്ഞിട്ടൊരു ഒറ ഉണ്ടാവും. തുണി കൊണ്ട് അടിച്ചുണ്ടാക്കുന്ന ഒരു മൂലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക ഒറയാണ്. മുസാഫ് അതിലിട്ടിട്ട് ആ ഒറ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിന്മേൽ ഒരു നൂലുണ്ടാവും, ഒരു കയറ്. ആ കയറ് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് മദ്രസയിലേക്ക് പോയിരുന്നത്. ഇന്ന് കുട്ടികളൊന്നും ഇങ്ങനെ പിടിച്ചു പോണത് നമ്മൾ കാണൂല. ഇൽമു ഉപകാരപ്പെടണമെങ്കിൽ ഇൽമിന്റെ ഷിആറുകളോട് ബഹുമാനം ഉണ്ടായിരിക്കണം. പാഠപുസ്തകത്തെ ബഹുമാനിക്കാത്തവന് അതിലുള്ള ഒരു ഇൽമു ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി എഴുതി കഴിഞ്ഞതിന് ശേഷം സഹീഹുൽ ബുഖാരി കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗള ഷരീഫിന്റെ പുറത്ത് വന്ന് നിന്ന ഒരു സംഭവമുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയായതിനു ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിൽ വന്നു. റൗള ഷരീഫിന്റെ പുറത്ത് അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാത്തുനിന്നു. റൗളയിൽ നിന്ന് നബി തങ്ങൾ വിളിച്ചാൽ മാത്രം അത് റൗളയിലേക്ക് കയ്യും പിടിച്ച് കയറിയിട്ട്, അങ്ങനെയാണ് സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനം തീരുമാനിച്ചിരുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റൗള ഷരീഫിന്റെ അടുക്കൽ വന്ന് കാത്തുനിന്ന് ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചില്ല. നബി തങ്ങൾ വിളിച്ചതിന് ശേഷം മാത്രമേ ഞാൻ റൗളയിലേക്ക് കയറുകയുള്ളൂ എന്ന് ഇമാം ബുഖാരി തീരുമാനിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു. അവസാനം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുമായി റൗളയിലേക്ക് കയറാൻ വേണ്ടി കൽപ്പനയുണ്ടായി. സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാനവറുകൾ റൗള ഷരീഫിലേക്ക് കയറിയതായിരുന്നു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനം എന്ന് പറയുന്നത്. അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിന്ന സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മദീനയിലെ റൗള ഷരീഫിന്റെ പുറത്തുള്ള പ്രസിദ്ധമായ മസ്ജിദുൽ ബുഖാരി എന്ന പള്ളിയാണത്. ഇന്നും ആ പള്ളി നിലവിലുണ്ട്.